ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നെത്തോലി പീര വളരെ രുചികരമായി നാടൻ രീതിയിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് 1 കപ്പ് ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 8 പച്ചമുളകും 6-7 വെളുത്തുള്ളി അല്ലിയും ചതച്ചത് ചേർക്കാം. ഒരു വലിയൊരു ഇഞ്ചിയുടെ കഷ്ണം നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഒരു മാങ്ങയുടെ പകുതി നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. ഇനി ഇതിലേക്ക് 1 മുറി നാളികേരം ചിരവിയ ചേർക്കാം. 1 പിടി കറിവേപ്പിലയും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായി ഞെരടി ഒരു 2-3 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് നമുക്ക് ഞെരടി യോജിപ്പിച്ചെടുക്കാം. ഒരു കൊടംപുളി 2ആയി കീറിയത് വെള്ളത്തോടു കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. നത്തോലി ക്ലീൻ ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 300 ഗ്രാം നത്തോലിയുണ്ട്. പൊടിഞ്ഞു പോവാതെ കൈകൊണ്ട് ഇതേമാതിരി ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇതേമാതിരി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 6-7 മിനിറ്റ് നേരം നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടിഞ്ഞു പോവാതെ ഇതേമാതിരി സൈഡിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചട്ടി ഇതേമാതിരി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താലും മതി. ഇനി ഒരു 2-3 മിനിറ്റും കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നത്തോലിയുടെ പീര നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മസാലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെച്ച് ഫ്ലേവറൊക്കെ നന്നായി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ വളരെ രുചികരമായ നെത്തോലി പീര റെഡിയായി. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ പീരയാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.